ഹായ് എവരിബഡി. നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരിലോ നടത്തുന്ന ഒരു പ്രോഗ്രാം ഒരേ സമയം യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും അതോടൊപ്പം മറ്റ് പല സോഷ്യൽ മീഡിയയിലേക്കും ട്വിറ്റർ ഉൾപ്പെടെയുള്ള ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടോ? നമുക്കറിയാം, സൂം എന്നുള്ള ആപ്ലിക്കേഷന്റെ ലൈസൻസ്ഡ് വേർഷനകത്ത് ഒരേ സമയം യൂട്യൂബിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും നമുക്ക് ലൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ലൈസൻസ്ഡ് വേർഷൻസ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് സൂം ആണെങ്കിലും ഗൂഗിൾ മീറ്റ് ആണെങ്കിലും മറ്റേത് കോൺഫറൻസ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതിന്റെ ആവശ്യം വരികയാണ്. സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, സ്കൂളുകളിൽ സെമിനാർസ് സംഘടിപ്പിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരേ സമയം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ലൈവ് പ്രോഗ്രാംസ് ചെയ്യാം. അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. ആ വെബ്സൈറ്റിനകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, നമുക്കതിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് REStream.io എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. REStream.io എന്നാണ് അതിന്റെ പേര്. ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം. സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേജ് ഇതാണ്. ഇവിടെ 2 സെക്ഷൻസ് ഉണ്ട്. ഒരെണ്ണം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ റെഡി ടു ഗോ ലൈവ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചാനലുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ചാനൽ ആഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്തിട്ട് പുതിയത് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. വലതുവശത്ത് എന്റർ ലൈവ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പേജിൽ ആണ് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. ആ പേജിലാണ് കുറച്ചു മുമ്പ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ ആഡ് ചാനൽ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ഏതെല്ലാം ചാനലുകൾ നമുക്ക് ഉൾപ്പെടുത്തണമോ അതൊക്കെ ഇവിടെ നിന്ന് ചേർക്കാൻ സാധിക്കും. നിരവധി ചാനലുകൾ ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ട്വിറ്ററോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അതല്ലാതെ നിരവധി ചാനലുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. ലൈവ് ചെയ്യാനാണെങ്കിൽ എന്റർ ലൈവ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. ഈ സ്റ്റുഡിയോയിൽ ഒരേ സമയം എനിക്കൊപ്പം 6 പേർക്ക് പങ്കെടുക്കാം. കാരണം ഈ വെബ്സൈറ്റിന്റെ സൗജന്യ സേവനമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 6 പേർക്കാണ് ഒരു സമയം ഈ സ്റ്റുഡിയോയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് 6 പേർ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് നമ്മളുടെ സെമിനാറിൽ അല്ലെ നമ്മുടെ ഡിബേറ്റിൽ 6 പേരും 6 സ്ഥലത്തിരുന്നാൽ മതി. നമുക്കിവിടെ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഇൻവൈറ്റ് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം ഇമെയിൽ വഴി നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവര് ഒരു ID ക്രിയേറ്റ് ചെയ്യണ്ട. നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. അവരുടെ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ നമ്മളുടെ ഈ സ്റ്റുഡിയോയിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ മറ്റൊരു സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നതാണിത്. ഇവിടെ ആ സ്റ്റുഡിയോയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരേണ്ട സമയത്ത് മാത്രം ഈ ചെറിയ ഭാഗത്ത് നമുക്ക് എനേബിൾ കൊടുക്കാം. ഈ ചെറിയ വിൻഡോയിലെ ബട്ടൺ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒപ്പം 2ാമത്തെ വ്യക്തിയെ കൂടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ ആ ബട്ടൺ എനേബിൾ ആക്കി. അതുകൊണ്ട് 2ാമത്തെ ക്യാമറയിൽ നിന്ന് 2ാമത്തെ സിസ്റ്റത്തിൽ നിന്ന് എന്റെ ഒരു ഇൻപുട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റിവെക്കാം. ഇനി ഇവിടെ താഴെ കുറെ സ്റ്റൈലുണ്ട്. ഈ സ്റ്റൈലുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കും. കൂടുതൽ പാർട്ടിസിപ്പൻസ് വന്നാൽ, അതായത് 6 പേരും വന്നു കഴിഞ്ഞാൽ ന്യൂസ് റൂമില് TV-യില് ചർച്ച എങ്ങനെയാണോ കാണിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് അവരെ ഇവിടെ അറേഞ്ച് ചെയ്യിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യിക്കാം. ലോക്കൽ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്.
സ്റ്റൈൽ മാറ്റുകയാണ്. ഈ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഈ വീഡിയോ സ്ക്രീനിലേക്ക് വന്നിട്ടില്ല, കാരണം ഇവിടെ എനേബിൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഓൺ ചെയ്യുക. അത് ഓൺ ആക്കുമ്പോൾ മുതൽ ആ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട്. നമ്മുടെ പ്രോഗ്രാം ലൈവായിട്ട് കാണുന്ന എല്ലാവർക്കും ആ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ബാക്കിൽ ഈ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വിൻഡോയിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വോളിയം കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇനിയും നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ഒരേ സമയം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കും. സ്ക്രീൻ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എൻ്റയർ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിൻഡോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും അല്ലെങ്കിൽ ക്രോം ടാബ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്രോം ടാബും എൻ്റയർ സ്ക്രീനും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ അവിടെ ലഭ്യമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്രോം ടാബിൽ നിന്ന് ഹൈടെക് ക്ലാസ് റൂമിന്റെ പേജ് ഞാൻ ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ പേജ് ഇവിടെ വന്നു. ഇപ്പോൾ ഗസ്റ്റുകളെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലോക്കൽ വീഡിയോ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ സിസ്റ്റത്തിന്റെ സ്ക്രീൻ അല്ലെങ്കിൽ ക്രോം ടാബ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വിൻഡോ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതും എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഹായ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത്രയും നേരം അവിടെ ഹൈടെക് ക്ലാസ് റൂം എന്നുള്ള ഒരു പേരായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിന്റെ വലതുവശത്ത് ക്യാപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ക്യാപ്ഷൻസ് നേരത്തെ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന മാറ്റർ അത് നമുക്ക് മാറി മാറി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നതനുസരിച്ച് താഴെ ക്യാപ്ഷനായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നുകൊള്ളും. ഇനിയും ഇതിന്റെ സ്റ്റൈല് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അത് ഗ്രാഫിക്സ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റൈല് നമുക്ക് മാറ്റാൻ സാധിക്കും. അതോടൊപ്പം അതിന്റെ കളറുകൾ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓവർലേ ആയിട്ട് ഇമേജസ് വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ലോഗോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ലോഗോ നമുക്ക് പുതിയ ഒരെണ്ണം, നമ്മളുടെ ചാനലിന്റെ സ്വന്തം ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഉള്ളത് നന്നായിരിക്കും. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ചാറ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ചാറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റ് ലൈവ് പ്രോഗ്രാമിൽ അല്പം വിഭിന്നമാണ്. കാരണം യൂട്യൂബിൽ നമ്മൾ ലൈവ് കൊടുക്കുമ്പോൾ അതിന്റെ ചാറ്റിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ എഴുതി വിടുന്നത് ഡിസ്പ്ലേ ചെയ്യും. അത് നോക്കി നമുക്ക് മറുപടി പറയാം. യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അവിടെ യൂസേഴ്സ് എന്താണോ എഴുതുന്നത് അതിവിടെ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ ക്യാപ്ഷൻസ് എനേബിൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചാറ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ലൈവ് പോകാത്തത് കൊണ്ടാണ് ചാറ്റിന്റെ ഇവിടെ പ്രത്യേകിച്ചൊന്നും വരാത്തത്. നമ്മൾ ആ ചാറ്റിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഷോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ താഴെ എഴുതി വന്നുകൊള്ളും. നിങ്ങളുടെ വ്യൂവേഴ്സ് പറയുന്ന ചാറ്റുകൾ അതേ സമയം തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ലൈവിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഗോ ലൈവ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ഗോ ലൈവ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ലൈവിലേക്ക് പോയിക്കൊള്ളും. ഓക്കെ, നമുക്കിനിയും നമ്മളുടെ റീസ്ട്രീം അക്കൗണ്ടിലേക്ക് ചാനലുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം യൂട്യൂബ് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. ഉടൻ തന്നെ കണക്ട് യൂട്യൂബ് ഓർ സെറ്റപ്പ് മാനുവലി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ എളുപ്പം കണക്ട് യൂട്യൂബ് ആണ്. കണക്ട് യൂട്യൂബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ ജിമെയിൽ അക്കൗണ്ടുകൾ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് ഏത് അക്കൗണ്ടിലാണോ ചാനൽ ഉള്ളത് എന്ന് വെച്ചാൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ അക്കൗണ്ടും അതിനകത്ത് നിലവിൽ ലഭ്യമായിരിക്കുന്ന
വിവിധ യൂട്യൂബ് ചാനലുകളും കാണിച്ചിട്ടുണ്ട്. ഏത് ചാനൽ വഴിയാണ് നിങ്ങൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ചാനൽ സെലക്ട് ചെയ്യുക. ഞാൻ ഹൈടെക് ക്ലാസ് റൂം സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കുറെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും, അത് അലോ പറയുക. ഉടൻ തന്നെ ഒരു വിൻഡോ വരും. അവിടെ നമ്മളുടെ ഈവന്റിന്റെ പേര്, ടൈറ്റിൽ, കാറ്റഗറി അതൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ അത് ചെയ്യണമെന്നില്ല. നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനിയും ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ആഡ് ചാനൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഫേസ്ബുക്ക് ലൈവ് പ്രസ് ചെയ്യാം. കണക്ട് ഫേസ്ബുക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ബ്രൗസർ വിൻഡോയിൽ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും സേവ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അത് എടുത്തു. അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള പേജ് ഒന്നും വന്നില്ല. സ്ട്രീം ടു പേഴ്സണൽ പ്രൊഫൈലാണ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് പേജുകളിലേക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇത് ഫ്രീ അക്കൗണ്ട് ആണ്. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതേ രീതിയിൽ നമുക്ക് മറ്റ് ചാനലുകൾ ഇവിടെ ആഡ് ചെയ്യാം. ലിങ്ക്ഡിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ചാനലുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ restream.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട്, അതായത് ഒരു വെബ് ബ്രൗസറിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഒരുമിച്ച് കാണാം. അതുവരേക്കും ബൈ.